യൂട്യൂബ് മെസ്സേജിനോട് പ്രതികരിച്ചുകൊണ്ട് ഈ സംഗമത്തിൽ വളരെ ആത്മാർത്ഥമായി അനുദിനം പങ്കെടുക്കുന്ന, ഞാൻ വളരെയധികം വിലമതിക്കുന്ന ഒരു വിശ്വാസി ഉന്നയിച്ച 2 ചോദ്യങ്ങളോടുള്ള എൻ്റെ പ്രതികരണമാണ് ഈ വീഡിയോയുടെ ഉള്ളടക്കം. ആ ചോദ്യങ്ങൾ ഇംഗ്ലീഷിലാണ് ഈ കമൻറ്റ് ബോക്സിൽ എഴുതിയത് എന്നതുകൊണ്ട് എൻ്റെ ഈ പ്രതികരണത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ ഇംഗ്ലീഷിൽ കൂടെ ആവർത്തിക്കുവാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. ഈ സുപ്രധാനമായ ചോദ്യങ്ങൾ ഉന്നയിച്ച വ്യക്തിയോടുള്ള എൻ്റെ കടമ ആദ്യമേ അറിയിച്ചുകൊള്ളുന്നു. ഞാൻ ഇങ്ങനെ ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന ആളുകളുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താറില്ല എന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണും. ആർക്കും അസൗകര്യമോ ഏതെങ്കിലും വിധത്തിലുള്ള പ്രയാസമോ ഉണ്ടാകരുത് എന്ന് വിചാരിച്ചാണ്. എന്നാൽ അങ്ങനെ മറ്റുള്ളവരെ പേടിച്ച് ഒളിഞ്ഞും മറഞ്ഞും ജീവിക്കേണ്ട ആവശ്യം, ഗതികേട് ആർക്കും ഉണ്ടാകരുത് എന്ന ഒരു വലിയ താല്പര്യവും പ്രാർത്ഥനയും എനിക്കുണ്ട് എന്ന് കൂടെ സമയത്ത് ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. The contents of this video pertain to the 2 questions that a member of this YouTube fellowship raised in response to a particular video posted earlier. Let me now list those 2 questions. The first question pertains to the logic, if you like, the divine sanctified logic in believing that the death of atonement of Jesus on the cross of Calvary can deliver us from the oppression and tyranny of our sins. The second question pertains to the possibility of our sins being forgiven when we pray to Jesus or pray in the name of Jesus. So 2 questions. One pertains to the efficacy of the cross of Jesus. The other pertains to the efficacy of prayer. ഈ 2 കാര്യങ്ങളാണ്. ഇത് രണ്ടും നമ്മുടെ വിശ്വാസത്തിൻ്റെ കാതലായ പ്രമാണങ്ങളാണ്, അല്ലെങ്കിൽ പ്രമാണങ്ങളെ സ്പർശിക്കുന്നതാണ് എന്ന് വളരെ വ്യക്തമാണല്ലോ. അതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി വ്യക്തമായ ധാരണ പ്രാപിക്കുന്നത് നമുക്ക് വളരെയധികം ഗുണം ചെയ്യും. എന്നാൽ ഇത് ഒരു വീഡിയോയിൽ ചില കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് വേണ്ടത്ര വ്യക്തതയും പൂർണ്ണതയും നേടാമെന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് ഇത് നമ്മുടെ തുടർച്ചയായുള്ള അന്വേഷണത്തിൻ്റെ കേന്ദ്ര ബിന്ദുക്കളാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. It may not be possible to complete a quest for an adequate understanding on these 2 cardinal issues of our faith life. All we can do here is to make a humble beginning in faith and hope to continue with this quest for a long time to come. All right, now as a prelude to, as an introduction to answering these 2 questions, I have to make a general statement. That statement is that fundamental to both questions is the relationship between reason and faith. Reason and faith. ഈ 2 ചോദ്യങ്ങൾ നാം പരിഗണിക്കുമ്പോൾ വളരെ വ്യക്തമായി തെളിഞ്ഞു വരുന്നത്, ഇതിനെ രണ്ടിനെയും കോർത്തു നിൽക്കുന്ന ഘടകം വിശ്വാസവും യുക്തിയും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നതാണ്. അത് വളരെ ജടിലമായൊരു പ്രശ്നമാണെങ്കിലും അതിനെപ്പറ്റി ചിന്തിക്കേണ്ട എന്ന നിലപാടെടുക്കുന്നത് ബുദ്ധിയാകയില്ല. യേശു പറഞ്ഞു, അന്വേഷിപ്പീൻ, അന്വേഷിച്ചാൽ നിങ്ങൾ കണ്ടെത്തും. അന്വേഷിച്ചാൽ ഇത്ര ദിവസം കൊണ്ട് കണ്ടെത്തുമെന്നോ അല്ലെങ്കിൽ
അത് ഏത് ആളുകളുടെ സഹായത്തോടെ അന്വേഷിച്ചാൽ മാത്രമേ, ഏത് പശ്ചാത്തലത്തിൽ അന്വേഷിച്ചാൽ മാത്രമേ ഉത്തരം കിട്ടുമെന്ന് ഒന്നും പറയാതെ പൊതുവായി യേശു പറയുകയാണ്, അന്വേഷിപ്പീൻ നിങ്ങൾ കണ്ടെത്തും. കാരണം അത്രമാത്രം ശക്തമായി വിശ്വസിക്കുവാൻ പര്യാപ്തമായൊരു കാര്യമാണ് അന്വേഷിച്ചാൽ കണ്ടെത്തുമെന്നുള്ളത്. അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ മൂലം മർമ്മമായിരിക്കണം. അന്വേഷിച്ചാൽ കണ്ടെത്തും. അങ്ങനെ ഒരു പ്രത്യാശ നമുക്കില്ലെങ്കിൽ വിശ്വാസ ജീവിതം അസാധ്യമാണ്. ജീസസ് has given us the guarantee that if we seek, we shall find. It's a general statement without any conditions attached. The only condition is that we should seek. So anyone can seek, but we should not have a preconceived notion that if we seek, what we need to find may be found within 5 days, 10 days, 5 months, or even 5 years. We need to continue to seek. അങ്ങനെയുള്ളൊരു അന്വേഷണ ബുദ്ധി പ്രത്യേകിച്ച് ചാനലിൽ കൂടെ വളർത്തിയെടുക്കുവാൻ സാധിക്കുമെന്നത് എനിക്ക് വളരെയധികം സന്തോഷവും ഉന്മേഷവും പ്രത്യാശയും പ്രദാനം ചെയ്യുന്നുണ്ട് എന്ന സമയത്ത് സൂചിപ്പിക്കട്ടെ. അപ്പോൾ വിശ്വാസവും യുക്തിയും, ഇതിൽ ഏതാണ് ഏറ്റവും ആദ്യമായി വരേണ്ടത്? വിശ്വാസമാണോ അതോ യുക്തിയാണോ? നമ്മുടെ യുക്തിക്കനുസരിച്ചുള്ള വിശ്വാസ പ്രമാണങ്ങൾ നാം തിരഞ്ഞെടുക്കുകയാണോ? അല്ല, വിശ്വാസത്തിൻ്റെ മർമ്മങ്ങൾ യുക്തിക്ക് അതീതമാകയാൽ അത് യുക്തിയുടെ വെളിച്ചത്തിൽ സ്വീകരിക്കാൻ കഴിയാത്തവയാണെങ്കിൽ പോലും സ്വീകരിച്ച ശേഷം ആ വിശ്വാസത്തിൻ്റെ സംഗതികൾ നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളായി രൂപാന്തരപ്പെടുത്തി ആ അവസ്ഥയിൽ ദൈവം നൽകിയ യുക്തി പ്രയോഗിച്ച് അതിനെ കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കുവാൻ നാം ശ്രമിക്കുന്നതാണോ? ഏതാണ് നല്ലത്? ഇത് വളരെ വ്യക്തമായി മനസ്സിലാക്കുക. ഒന്ന്, ആദ്യം നമ്മുടെ യുക്തി ഉപയോഗിച്ച് വിശ്വാസത്തിൻ്റെ ചില പ്രമാണങ്ങളെ തിരഞ്ഞെടുക്കുക. ഇന്ന കാര്യങ്ങൾ എനിക്ക് സ്വീകാര്യമാണ്, കാരണം അതെൻ്റെ യുക്തിക്ക് നിരക്കുന്നതാണ്. ഇന്ന കാര്യങ്ങൾ എനിക്ക് സ്വീകാര്യമല്ല, കാരണം അതെൻ്റെ യുക്തിക്ക് നിരക്കാത്തതാണ്. അങ്ങനെയുള്ള സമീപനമാണോ? അല്ല, ഞാൻ ഈ വിശ്വാസത്തിൻ്റെ പ്രമാണങ്ങളെ, കാതലായ വിശ്വാസത്തിൻ്റെ പ്രമാണങ്ങളെ യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ കൂടെ, അവൻ്റെ വ്യക്തിത്വത്താലും അവൻ്റെ പഠിപ്പീരുകളാലും അവൻ ചെയ്ത അത്ഭുത പ്രവൃത്തികളാലും പ്രത്യേകിച്ച് ക്രൂശിലെ മരണത്താലും ഉയർത്തെഴുന്നേൽപ്പിനാലും നൽകപ്പെട്ട അറിവുകളെ, വിശ്വാസത്തിൻ്റെ പ്രമാണങ്ങളെ ഞാൻ നിരുപാധികമായി വിശ്വസിക്കുന്നു. എന്നാൽ ആ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന നിലപാട് നിർജീവമായ, നിഷ്ക്രിയമായ ഒരവസ്ഥയല്ല, പിന്നെയോ അത് ഒരു പ്രവേശന കവാടമാണ്. വിശ്വാസം എന്ന കവാടത്തിൽ കൂടെ പ്രവേശിച്ച ശേഷം ഈ വിശ്വാസത്തിൻ്റെ പ്രമാണങ്ങളെ എൻ്റെ ജീവിത അനുഭവങ്ങളായി രൂപാന്തരപ്പെടുത്തുമ്പോൾ അവിടെ എനിക്ക് ദൈവം നൽകിയ പ്രത്യേക കഴിവായ യുക്തിയെ പ്രയോഗിച്ച് വിശ്വാസത്തിൻ്റെ മർമ്മങ്ങൾ അനുഭവങ്ങളായി തീരുമ്പോൾ അതിൻ്റെ സംഗതികളെ കുറച്ചുകൂടെ വ്യക്തമായും പൂർണ്ണമായും മനസ്സിലാക്കുവാൻ സാധിക്കണം. ഇവിടെ ഞാൻ 2 വാക്കുകൾ വളരെ മനഃപൂർവ്വം ഉപയോഗിച്ചതാണ്. മനസ്സിലാക്കുന്നത്, അതിന് 2 ക്വാളിഫിക്കേഷൻസ് ഞാൻ പറഞ്ഞു. I have introduced 2 attributes to understanding. അത് വ്യക്തമായിരിക്കണം, പൂർണ്ണമായിരിക്കണം. നമ്മുടെ അറിവ്, ഒന്ന്, അത് സുതാര്യമായിരിക്കണം, ക്ലിയറായിരിക്കണം, അത് കംപ്ലീറ്റ് ആയിരിക്കണം. അവ്യക്തമായ ധാരണകൾ കൊണ്ട് മാത്രമാണ് ലോകത്തിൽ ഭൂരിപക്ഷം ആളുകളും മതമേഖലയിൽ നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവുമില്ല. അങ്ങനെയുള്ള വിശ്വാസ ജീവിതം നിഷ്ഫലവും നിഷ്ക്രിയവുമായിരിക്കും. അത് ഏതാണ്ട് സ്വപ്നലോകത്തിൽ ഇങ്ങനെ ഊടാടി നടക്കുന്നത് പോലെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് യാതൊരു ഫലവും ഉണ്ടാകുകയില്ല. ഫോർ മാറ്റേഴ്സ് ഓഫ് ഫെയ്ത്ത് to become really potent influences or guiding principles in our life, our understanding of them has to be both
ക്ലിയർ ആൻഡ് കംപ്ലീറ്റ്. എന്നാൽ ഈ ക്ലാരിറ്റിയും കംപ്ലീറ്റ്നെസ്സും നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ആകാൻ സാധ്യമല്ല. പിന്നെയോ അത് ഒരു ലക്ഷ്യമാണ്. അത് ദീർഘകാല അനുഭവത്തിൽ കൂടെ മാത്രം ഓരോ കാര്യങ്ങൾ തെളിഞ്ഞ് വന്ന് നമുക്ക് ഒരു സ്പഷ്ടത ദൈവം പ്രദാനം ചെയ്യുന്നതാണ്. എന്നാൽ അതേസമയം തന്നെ അനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് സ്പഷ്ടത ഉണ്ടാകണമെന്നില്ല. അനുഭവങ്ങളിൽ അന്വേഷണ ബുദ്ധിയൂടെ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് ഈ സ്പഷ്ടതയും പൂർണ്ണതയും ഉണ്ടാകുന്നത് എന്ന് ഞാൻ സൂചിപ്പിച്ചുകൊള്ളട്ടെ. അതുകൊണ്ട് ഞാൻ 10 വർഷം അന്വേഷിച്ചു കണ്ടെത്തിയില്ല, അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും പഴയപടി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ആ അനുഭവത്തിൽ അന്വേഷണ ബുദ്ധി ഇല്ലാത്തത് കൊണ്ട് നമുക്ക് സംഭവിച്ച വലിയ നഷ്ടമാണ്. Our life was wasted because even though, unlike most others, we went further than mere abstract belief and entered into experiences, life experiences of belief. Unfortunately, we did not practice the discipline that Jesus prescribed, namely that we should seek and find. 1000 അനുഭവങ്ങളുണ്ടെങ്കിലും അതിൻ്റെ അർത്ഥം അന്വേഷിക്കുവാനുള്ള മനസ്സ് നമുക്കില്ല എങ്കിൽ ആ അനുഭവത്തിൽ കൂടെ ഒരിഞ്ച് വളരുവാൻ അല്ലെങ്കിൽ മുൻപോട്ട് പോകുവാൻ നമുക്ക് സാധ്യമല്ല. Experiences will come and go, leaving us completely unchanged and underdeveloped, precisely for the reason that we did not bother to apply our spirit of seeking, our spirit of inquiry in relation to these experiences. എന്തുകൊണ്ടാണ് നമ്മുടെ അന്വേഷണ ബുദ്ധി നാം പ്രയോഗിക്കാത്തത്? എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ഞങ്ങളുടെ കയ്യിലുണ്ട്, അത് നിങ്ങൾ അതുപോലെ വിശ്വസിച്ചാൽ മതി, ഞങ്ങൾ പറയുന്നതിനപ്പുറത്ത് നിങ്ങളങ്ങ് കയറി കൊത്തണ്ട, അത്ര ഒരു മിടുക്ക് കാണിക്കണ്ട എന്ന് നമ്മളോട് പറയുന്ന ഒരു വ്യവസ്ഥിതി നിലനിൽക്കുന്നുണ്ട്. അതിനെപ്പറ്റി പണ്ട് ഒരു ചിന്തകൻ പറഞ്ഞത്, പുരോഹിതവർഗം the priestly class are like a reservoir of belief, not like the river of faith life. ഇതുപോലെ മനോഹരമായ ഒരാശയമാണ്. അതായത് പുരോഹിതവർഗം വിശ്വാസ പ്രമാണങ്ങളുടെ ഒരു റിസർവയറാണ്. അവിടെ എല്ലാം ഇങ്ങനെ സംഭരിച്ച് വെച്ചിരിക്കുകയാണ്. അതൊരു സംഭരണിയാണ്. പക്ഷേ അത് ഒഴുകുന്ന ഒരു നദിയല്ല. ആ ഒഴുകുന്ന നദി വിശ്വാസികളുടെ ജീവിതമാണ്. എന്നാൽ പുരോഹിത വർഗവും പുരോഹിത വൃത്തിയും റിസർവയറിൽ തട്ടിക്കിടക്കുന്ന, അല്ലെങ്കിൽ അവിടെ സംഭരിച്ചു വച്ചിരിക്കുന്ന ചില മതപരമായ ആശയങ്ങൾ പോലെയാണ്. അതൊരു റിസർവയറാണ് എന്ന് പറഞ്ഞത് ഈ സമയത്ത് ഞാൻ സാന്ദർഭികമായി ഓർക്കുകയാണ്. അപ്പോൾ നമ്മുടെ അനുഭവങ്ങളിൽ അടങ്ങിയിരിക്കുന്ന അർത്ഥതലങ്ങളും അതിൽ കൂടെ പ്രാപിക്കാവുന്ന സുതാര്യതയും പൂർണ്ണതയും, ക്ലാരിറ്റി ആൻഡ് കംപ്ലീറ്റ്നെസ്, ഈ 2 വാക്കും നിങ്ങൾ മനസ്സിൽ കുറിച്ച് വെക്കണം, അടിവരയിട്ട് ഉപയോഗിക്കണം, ചിന്തിക്കണം എന്ന് ഞാൻ എല്ലാവരോടും പ്രത്യേകമായി അപേക്ഷിക്കുകയാണ്. കാരണം നമ്മുടെ ക്രിസ്തീയ വിശ്വാസ ജീവിതത്തിൽ ഇല്ലാത്ത 2 ബലങ്ങളാണ്, സ്ട്രെങ്ത്സ് ആണ് ക്ലാരിറ്റി ആൻഡ് കംപ്ലീറ്റ്നെസ്. ഇത് രണ്ടും നിരന്തരമായി നാം അന്വേഷിക്കണം. ആക്ച്വലി വാട്ട് വി നീഡ് ടു സീക്ക് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഈസ് ക്ലാരിറ്റി ആൻഡ് കംപ്ലീറ്റ്നെസ്. അങ്ങനെ ഒരു അച്ചടക്കമുണ്ട് എങ്കിൽ തീർച്ചയായും നമ്മുടെ വിശ്വാസ ജീവിതം വളർച്ചയുടെ ജീവിതമായി തീരും. അതിൻ്റെ ആവശ്യം നന്നേയുണ്ട് എന്ന സമയത്ത് ഞാൻ വളരെ വിനീതമായി ഏവരെയും അറിയിച്ചു കൊള്ളട്ടെ. നമ്മുടെ വിശ്വാസ ജീവിതം മനോഹരമായി തീരുന്നത് ഈ ഒരു അച്ചടക്കം നാം പാലിക്കുമ്പോഴാണ്. അതാദ്യമൊക്കെ ക്ലേശകരമെന്ന് തോന്നിയാൽ തന്നെയും വിൽ റിയലൈസ് സൂൺ ഇനഫ് that this is a point of great and unmatched blessing and blessedness. അപ്പോൾ വിശ്വാസവും യുക്തിയും തമ്മിലുള്ള ബന്ധം ഞാൻ ഏതാണ് റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾ ചോദിച്ചാൽ ഞാൻ യാതൊരു മടിയുമില്ലാതെ പറയും, if you ask me what I would recommend, which must have priority, without any hesitation I would say that faith must have priority. Articles of faith, provided they are rooted in the life, teachings, public ministry, including the death of atonement on the cross, must be accepted as the given. എന്നാൽ അത് അങ്ങനെ സ്വീകരിച്ച ശേഷം അത് ഈ റിസർവറിൽ കിടക്കുന്ന വെള്ളം പോലെയാകാതെ
അത് നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകി വരുന്ന നദി പോലെയും, തൽഫലമായി വേദപുസ്തകത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ നദി എവിടെയൊക്കെ ഒഴുകി ചെല്ലുന്നു അവിടെയൊക്കെ ജീവൻ്റെ പുതിയ നാമ്പുകൾ മുളച്ചു വരും. ഇറ്റ് വിൽ കിൻഡിൽ ന്യൂ ലൈഫ്. ആ അനുഭവത്തിലേക്ക് വരുമ്പോൾ അതിൽ കൂടെ നമുക്ക് പ്രാപിക്കാവുന്ന ഒരു സ്പഷ്ടതയും ഒരു പൂർണ്ണതയുമുണ്ട്. അതാണ് അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥ എന്നാണ് എൻ്റെ അറിവ്. ഞാൻ എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ മുഴുവനും അങ്ങനെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ എഴുതിയിട്ടുള്ളതാണ്. റിസർച്ച് ചെയ്തില്ല, വായിച്ചില്ല എന്നതുകൊണ്ട് അർത്ഥമില്ല. പക്ഷേ എൻ്റെ കാഴ്ചപ്പാടിൻ്റെയും ആശയങ്ങളുടെയും ഉൾക്കാഴ്ചകളുടെയും ഏറ്റവും കാതലായ ഭാഗം ഇപ്രകാരം വിശ്വാസത്തിൽ കൂടെ ആരംഭിച്ച് അനുഭവങ്ങളിലേക്ക് വളർന്ന് അതിൽ കൂടെ അന്വേഷിച്ചതുകൊണ്ട് വെളിപ്പെട്ടു വന്ന ആഴത്തിൻ്റെ അറിവുകൾ എൻ്റെ പല പുസ്തകങ്ങളും ഉൾപ്പെടുത്തുവാനുള്ള ഭാഗ്യം കഴിഞ്ഞ കാലങ്ങളിൽ, അല്ലെങ്കിൽ കൃപ കഴിഞ്ഞ കാലങ്ങളിൽ സർവശക്തൻ എനിക്ക് നൽകി എന്നത് എൻ്റെ സാക്ഷ്യമായി മാത്രം ഞാൻ നിങ്ങളെ അറിയിച്ചു കൊള്ളട്ടെ. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പശ്ചാത്തലം അല്പം വിശദീകരിച്ച് പറയേണ്ട ആവശ്യം വന്നത്, ഇതിനെപ്പറ്റി നമുക്ക് വേണ്ടതുപോലെയുള്ള വ്യക്തത ഇല്ലാത്തത് കൊണ്ടാണ്. സാധാരണ ഇപ്രകാരം ചിന്തിക്കുവാനുള്ള അവസരവും നമുക്ക് സഭാജീവിതത്തില്ല എന്ന് ഇവർക്കും അറിയാം. അതുകൊണ്ട് ഈ പറഞ്ഞത് ഏറ്റവും മിനിമം എസെൻഷ്യൽ ഇൻട്രഡക്ഷൻ പോലെയാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇവിടെയും അനേക കാര്യങ്ങൾ ഉൾപ്പെടുത്താനുണ്ട്. പക്ഷേ എല്ലാം കൂടെ ഒരേ സമയത്ത് ഉൾപ്പെടുത്തിയാൽ അതിൻ്റെ ഫലം അവിയൽ പോലെ ഒരു പക്ഷേ ആകെപ്പാടെ ഒന്നിലും ശ്രദ്ധയിലെത്താൻ വയ്യാതെയായി പോകുന്നതുകൊണ്ട് വളരെ ഏറ്റവും അനിവാര്യമായ ഒരാശയം മാത്രമേ, അതായത് ഫെയ്ത്ത് ആൻഡ് റീസൺ, ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ടു. ഇനിയും ഈ രണ്ട് ചോദ്യങ്ങളിലേക്ക് നമുക്കിനിയും പ്രവേശിക്കാം. യേശു ഇപ്രകാരം ക്രൂസിൽ മരിച്ചതുകൊണ്ട് എൻ്റെ പാപം മറച്ചു കിട്ടുമോ? അല്ലെങ്കിൽ പാപത്തിന് എൻ്റെ മേലുള്ള അധികാരം, നിയന്ത്രണം, ആധിപത്യം അവസാനിക്കുമോ? എൻ്റെ പാപങ്ങൾ ക്ഷമിച്ചു കിട്ടുമോ? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. Will my sins, or is the death of Jesus Christ on the cross of Calvary sufficient to break the tyranny of sin upon me? രണ്ടാമത്തെ ചോദ്യം, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചാൽ എൻ്റെ പാപം ക്ഷമിച്ച് കിട്ടുമോ? ഇത് രണ്ടും ഒരേ ചോദ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരേ അനുഭവത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. ഒന്ന്, കാൽവറി എന്ന ദർശനം. രണ്ട്, ആ ദർശനത്തിൽ കൂടെ ഉണ്ടാകുന്ന പ്രാർത്ഥന എന്ന് പറയുന്ന അനുഭവം. So these two aspects together complete the total picture. Therefore, though they are put in the form of two questions, fundamentally they are one question, and both pertain to the need for human beings to be forgiven. അപ്പോൾ ഇവിടെ നമുക്ക് ആരംഭിക്കുമ്പോൾ തന്നെ രണ്ട് യാഥാർത്ഥ്യങ്ങൾ ഇവിടെ അടങ്ങിയിട്ടുണ്ട്. ഒന്ന്, പാപം എന്നൊരു യാഥാർത്ഥ്യം, ദ റിയാലിറ്റി ഓഫ് സിൻ. രണ്ട്, പാപക്ഷമ എന്ന് പറയുന്ന ഒരു സാധ്യത. ഇത് രണ്ടുമുണ്ട്. പാപം ആസ് എ യൂണിവേഴ്സൽ ഹ്യൂമൻ കണ്ടീഷൻ. രണ്ട്, പാപക്ഷമ അതായത് പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാനായി മനുഷ്യർക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഈ അത്യുന്നതമായ അവകാശം, ആനുകൂല്യം, ഡിവൈൻ ഗ്രേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എനിക്ക് എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ എങ്ങനെ ഇതിൻ്റെ ഗുണഫലം പ്രാപിപ്പാൻ കഴിയുമോ? ഇതാണ് ചോദ്യം. ഇതെല്ലാവരുടെയും ചോദ്യമാണ്. അതുകൊണ്ട് ഈ ചോദ്യം ഉന്നയിച്ച വ്യക്തിയോടുള്ള നമ്മുടെ കടമ വളരെയധികമാണ്. ഇതിനെപ്പറ്റി നിങ്ങളുടെ ഓരോരുത്തരുടെയും അനുഭവം, അല്ലെങ്കിൽ ചിന്ത, അല്ലെങ്കിൽ വിശ്വസിക്കുന്ന നിങ്ങളതിനെ എങ്ങനെ കാണുന്നു എന്നത് നിങ്ങളുടെ പ്രതികരണത്തിൽ കൂടെ സൂചിപ്പിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. പക്ഷേ നിങ്ങൾ പ്രതികരണം സൂചിപ്പിക്കുമ്പോൾ ഇപ്പോൾ അറിയുന്നത് മാത്രം വെച്ച് പ്രതികരിക്കുന്നത് പ്രയോജനമില്ല. നിങ്ങൾ കുറച്ചുകൂടെ ചിന്തിച്ച്, കുറച്ചുകൂടെ മുൻപോട്ട് പോയി, കുറച്ചുകൂടെ ക്ലേശം അനുഭവിച്ച്, നിങ്ങളുടെ അനുഭവങ്ങൾ കുറച്ചുകൂടെ പരിഗണിച്ച്
അങ്ങനെയുള്ള പ്രതികരണങ്ങൾക്കൂടെ നമുക്ക് പരസ്പരം സഹായിച്ച് മുൻപോട്ട് പോകുവാൻ സാധ്യമായി തീരും. ഇനിയും യേശു ക്രൂശിൽ മരിച്ചത് 2000 വർഷങ്ങൾക്ക് മുൻപാണ്. ഒന്ന്. രണ്ടാമത്, ഇത് സംഭവിക്കുന്നത് നമുക്ക് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ലാത്ത യഹൂദ ഗോത്രത്തിൻ്റെ മധ്യത്തിലാണ്. അവരുടെ സംസ്കാരത്തിൽ, അവരുടെ മതത്തിൽ, അവരുടെ രാഷ്ട്രീയത്തിൽ, അവരുടെ മതപരമായ വലിയ സംവിധാനത്തിൽ, അവരുടെ കാഴ്ചപ്പാടിൽ, അവരുടെ പരിമിതിയിൽ ഏതാണ്ടൊക്കെ ഒതുങ്ങി നിൽക്കുന്നു എന്ന് തോന്നാവുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഈ സംഭവം നമ്മളുമായി യുക്തിപരമായി നോക്കിയാൽ വലിയ ബന്ധമൊന്നുമില്ല. ദർ ഇസ് നോട്ട് മച്ച് ഓഫ് എ റാഷണൽ എംപിരിക്കൽ, ആ വാക്കാണ് ഉപയോഗിക്കേണ്ടത്, എംപിരിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ us ആൻഡ് ദി ടെമ്പറൽ, സ്പേഷ്യൽ, കൾച്ചറൽ, റിലീജിയസ് ഡയമെൻഷൻ of what happened in the crucifixion of Jesus Christ. ഇത് നമ്മളെല്ലാവരെയും ബാധിക്കുന്നൊരു പ്രശ്നം തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ അടുത്ത് തന്നെ ആരെങ്കിലും നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ജീവൻ ഒടുക്കി തന്നെ അർപ്പിച്ചു എന്ന് പറയുമ്പോൾ അതിനോട് കണക്ട് ചെയ്യാൻ നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണ്. എന്നാൽ നമ്മളെക്കാൾ 2000 വർഷങ്ങൾക്ക് മുൻപ് അങ്ങ് ദൂരെ എവിടെയോ നമുക്ക് യാതൊരു ബന്ധവുമില്ലാത്തൊരു സംസ്കാരത്തിൽ, ഒരു കാലഘട്ടത്തിൽ, ഒരു വ്യവസ്ഥിതിയുടെ മധ്യത്തിൽ ഇങ്ങനെ സംഭവിച്ചു എന്ന് പറയുമ്പോൾ അത് നാവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധം എന്താണ് എന്ന ചോദ്യം ന്യായമാണ്. So one of the factors that complicate the sense of relevance between the crucifixion event and ourselves today is physical distance. It happened 2000 years. Temporal distance, it happened 2000 years ago. Also spatial distance, it happened far away in a culture that's very different to us, as well as a political and religious structure with which we have nothing in common. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. എന്നാൽ അവിടെ നാം ശ്രദ്ധിക്കേണ്ട കാര്യം, ക്രൂശിൽ യേശു ഒരു ഗോത്രത്തിൻ്റെയോ ഒരു സംസ്കാരത്തിൻ്റെയോ ഒരു കാലഘട്ടത്തിൻ്റെയോ പ്രശ്നത്തെ അല്ല കൈകാര്യം ചെയ്തത്. സാർവലൗകികമായ മനുഷ്യൻ്റെ അവസ്ഥയിൽ എല്ലാ കാലഘട്ടങ്ങളിലും ചരിത്രം അവസാനിക്കുന്നത് വരെ ലോകത്തെവിടെയൊക്കെ മനുഷ്യനുണ്ടോ അവിടെയെല്ലാം മനുഷ്യർ നിശ്ചയമായും ആയിത്തീരുന്ന അവസ്ഥയുടെ ഏറ്റവും കാതലായ ഭാഗത്തെയാണ് യേശു ഈ ക്രൂശിലെ മരണത്തിൽ കൂടെ സ്പർശിക്കുന്നത് എന്നത് മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ ഒരു സംഭവത്തിന് അതുല്യമായ ഒരു സാർവലൗകികതയുണ്ട്. So what we have to remember in this context is, on the cross of Jesus, he was not merely addressing an issue specific to the Jews who lived 2000 years ago. Rather, he was addressing the most universal core issue of humanity, applicable to human life till the end of history. And therefore, the sense of distance that we feel, both in terms of time and space, is actually illusory. Therefore, I agree with Dietrich Bonhoeffer, who in his book, The Cost of Discipleship, writes that we die with Jesus on the cross of Calvary. Or to quote his own words, the cross of Jesus is something that has happened to each one of us. I think I'm quoting his words more or less correctly. The cross of Jesus is something that has happened to each one of us. So there is a direct personal sense of affinity or oneness between the crucifixion experience and our own predicament. But either, as I said at the beginning, this needs to be accepted as a point of faith. പക്ഷേ എന്ന് പറയുമ്പോൾ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇപ്പോൾ യേശുവിൻ്റെ കോണ്ടംപററീസ് ആണെങ്കിൽ അവർക്ക് ഇതിനേക്കാൾ കുറച്ചുകൂടെ പ്രയാസമായിട്ട് വരും. കാരണം അവർക്ക് നമ്മൾക്കുള്ളതുപോലെ ഈ 2000 വർഷത്തിൻ്റെ ടെസ്റ്റിമണിയില്ല. The contemporary, we are at an advantageous point as compared to the contemporaries of Jesus, in the sense that we have the advantage of 2000 years of Christian testimony. Of course, it needs to be also admitted that this 2000 years of Christian testimony
did not always remain faithful to the crucifixion experience. So much so that today, cross is reduced to a symbol or ornament without any spiritual resonance, which was not the case with the contemporaries of Jesus. This is a topic on which I have made many comments in the earlier videos, and therefore I do not deem it necessary to deal with it in greater detail in the present context. അപ്പോൾ ഇത് തമ്മിൽ യേശുവിൻ്റെ അനുഭവവും നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയും തമ്മിൽ വലിയ ബന്ധമുണ്ട്, ആഴമേറിയ ബന്ധമുണ്ട്. അപ്പോൾ അവിടെയാണ് യേശുവിൻ്റെ ഈ അവസ്ഥയും നമ്മളുടെ അനുഭവവും തമ്മിലുള്ള ബന്ധം നമുക്ക് അനുഭവിക്കാൻ കഴിയേണ്ടത്. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ടൊരു കാര്യം, യേശുവിനെ 5 തവണ വിചാരണ ചെയ്തു എന്ന് നമുക്കറിയാം. 5 തവണ വിചാരണ ചെയ്യുമ്പോഴും വിധിപ്രസ്താവം എന്താണ്, വേർഡിക്റ്റ് എന്താണ്? ഇവനിൽ യാതൊരു കുറ്റവുമില്ല. ജീസസ് വാസ് ട്രൈഡ് 5 times, back and forth. And each time the verdict is that he is not guilty. അപ്പോൾ യേശു അവൻ്റെ കുറ്റങ്ങൾക്ക് വേണ്ടി അല്ല ശിക്ഷിക്കപ്പെടുകയും ക്രൂശിക്കപ്പെടുകയും ചെയ്തത് എങ്കിൽ യേശുവിൻ്റെ മരണത്തിന് അവൻ്റെ വ്യക്തിപരമായ അവസ്ഥയെ കവിയുന്ന വലിയ ഒരു പ്രസക്തിയുണ്ട്. Since Jesus died not for his crimes or offenses, there is a significance larger than the scope of the individual in his death. അതുകൊണ്ടാണ് that's why we consider this a death of atonement. മനുഷ്യൻ്റെ പാപപരിഹാരത്തിന് ഉതകുന്ന ഒരു ദിവ്യബലിയായി ഈ മരണത്തെ നാം അറിയുകയും ആദരിക്കുകയും ചെയ്യുന്നതിൻ്റെ മർമ്മം ഇതാണ്, അതിൻ്റെ യുക്തി ഇതാണ്. Had Jesus died for his own, or had Jesus been crucified for his own offenses, then the significance of that event would have been limited entirely to himself. Insofar as he was identified, he was proved to be completely free of any guilt. His death on the cross becomes part of the conscience of humanity. അപ്പോൾ ആ ഒരു തരത്തിൽ തന്നെ ഒരു കണക്ഷൻ, ഒരു ലിങ്ക്, ഒരു ബന്ധം സ്ഥിതി ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ മജ്ജയിലും മാംസത്തിലും നമുക്കറിയാൻ കഴിയുന്ന കാര്യമാണ്. ബുദ്ധി ഉപയോഗിച്ചില്ലെങ്കിൽ തന്നെ അത് നമ്മുടെ അനുഭവത്തിൽ കൂടെ നമുക്ക് മനസ്സിലാകാവുന്ന കാര്യമാണ്. ഇനി ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, യേശുവും നമ്മളുമായി ബന്ധമുണ്ടോ ഇല്ലയോ എന്നല്ല, പാപം എന്ന് പറയുന്ന അവസ്ഥയെപ്പറ്റിയുള്ള നമ്മുടെ ധാരണ. ദ മോസ്റ്റ് ഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ഓർ ഫാക്ടർ ഹിയർ, the decisive factor here is our idea of sin. If we say that Jesus died to deliver us from the tyranny of bondage to sin, then to be clear about it, we need to have an idea of sin. What is sin? ഇതിനെപ്പറ്റി പലവിധത്തിലുള്ള പഠിപ്പീരുകളുണ്ട്. ഇപ്പോൾ പഴം തിന്നു, അത് പാപമാണ് എന്ന് പറഞ്ഞാൽ ആർക്കും ഒന്നും മനസ്സിലാകുകയില്ല. അപ്പോൾ പലരും, എൻ്റെ മക്കൾ വളർന്നു വരുമ്പോൾ, അവർ തീരെ ചെറുപ്പമായപ്പോൾ അവർ ചോദിക്കും, ഈ ഒരു പഴം പറിച്ച് തിന്നുകൊണ്ട് എന്താ ഇത്ര വലിയ പ്രശ്നമെന്ന് ചോദിക്കും. നാം വലുതായതുകൊണ്ട് അങ്ങനെ ചോദിക്കാറില്ല, കാരണം അങ്ങനെ ചോദിക്കുന്നത് നാണക്കേടാണെന്ന് വിചാരിച്ചായിരിക്കും, അല്ലെങ്കിൽ ആളുകൾ കളിയാക്കുമെന്ന് വിചാരിച്ചായിരിക്കും. പക്ഷേ ഇതിനെപ്പറ്റി നമ്മൾ വാസ്തവത്തിൽ വ്യക്തതയുള്ളവരല്ല, അതുകൊണ്ട് തന്നെ ഇത് വിശ്വസിക്കുന്നവരുമല്ല. എന്താണ് ഈ പഴം പറിച്ച് തിന്നാനുള്ള പ്രശ്നം? അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ നാം അത് വായിച്ച് മനസ്സിലാക്കുമ്പോൾ, ഈ പാപമെന്ന് പറയുന്നത് നമുക്ക് ദൈവം വിഭാവന ചെയ്തിട്ടുള്ള മഹനീയമായ, എന്താണ്, വാക്കുകൾ നമുക്കില്ലാതെ പോകും, അഭൗമമായ, നാം ഈ ഭൗതിക ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ അഭൗമമായ സാധ്യതകൾ നമ്മുടെ ഉള്ളിൽ നൽകിയിട്ടാണ് ദൈവം സ്വന്തരൂപത്തിലും സാദൃശ്യത്തിലും നമ്മെ സൃഷ്ടിച്ചതെന്ന് വചനം പറയുന്നു. അത് വിശ്വസിക്കാതിരിക്കാൻ വഴിയില്ല. നമ്മുടെ സൃഷ്ടിയെപ്പറ്റിയുള്ള വെളിപ്പെടുത്തലുകൾ നാം വിശ്വസിച്ചേ മതിയാകുകയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഒരു സ്റ്റെപ്പ് മുൻപോട്ട് നോക്കാൻ സാധിക്കും. ഇപ്പം നിങ്ങൾ എന്നോട് പറയുകയാണ്, എന്നെ ദൈവത്തിൻ്റെ രൂപത്തിലും സാദൃശ്യത്വം സൃഷ്ടിച്ചതെന്നുള്ള എന്നതിന് ഭൗതികമായ തെളിവ് തരൂ എന്ന് പറഞ്ഞാൽ അത് തരാൻ ഒരു നിവൃത്തിയുമില്ല കുഞ്ഞെ എന്ന് എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അത് വിശ്വാസത്തിൻ്റെ മർമ്മമായിരിക്കണം, അത് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ആയിരിക്കണം.
അപ്പോൾ ഞാൻ ഞാൻ ജനിച്ചു എന്നതിൻ്റെ തെളിവുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ജനിക്കത്തുള്ളൂ എന്ന് പറയുന്നത് പോലെയുള്ളൂ. ഞാൻ ജനിച്ചു എന്നൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെയാണ് നമ്മുടെ ജീവിതം ആരംഭിച്ചത്. അങ്ങനെ ഞാനെന്ന വ്യക്തിത്വത്തിൻ്റെ ഐഡൻറ്റിറ്റി സർട്ടിഫിക്കറ്റ് തന്നെങ്കിലേ ഞാൻ ലോകത്തിലോട്ട് വരത്തുള്ളൂ എന്ന് പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ് നമുക്കുണ്ട്. അതെന്താണ്? ദൈവത്തിൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും നാം സൃഷ്ടിക്കപ്പെട്ടു. അങ്ങനെയെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിത്വത്തിൽ അത്ഭുതകരമായ സാധ്യതകളുണ്ട്. The starting point of faith life is the acceptance of the truth and relevance of the biblical affirmation that human beings are created in the image and likeness of God. And the practical implication of this article of faith is that each one of us enfolds within ourselves possibilities and potentialities that are too great and miraculous for words. And therefore, we are also under the obligation to do justice to these possibilities. ഇത് ദൈവം നമ്മുടെ ഉള്ളിൽ സ്ഥാപിച്ചിരിക്കുന്ന സാധ്യതകളാകയാൽ അതിനെ കൊച്ചാക്കുവാനോ അവഗണിക്കുവാനോ വിരൂപമാക്കുവാനോ അർത്ഥശൂന്യമാക്കുവാനോ നമുക്ക് അവകാശമില്ല. And if we do that, if we live in a manner as though these potentialities do not exist within us, then we are deliberately or otherwise entering into a state of rebellion against God. This is what's called implicit rebellion, as against explicit and belligerent, assertive rebellion against God. We simply neglect what God has done. അപ്പോൾ എൻ്റെ അറിവിൽ പാപം എന്ന് പറഞ്ഞാൽ ഇതാണ്. അതായത് നാം നമ്മളുടെ തന്നെ അപ്രമേയമായ അഭൗമമായ സാധ്യതകളിൽ നിന്ന് ഒളിച്ചിരിക്കുന്ന അവസ്ഥ, അതാണ് പാപം. അല്ലാതെ ലൈംഗികമായ ബന്ധം പാപമാണെന്നോ അല്ലെങ്കിൽ സഭ പറയുന്ന ഒരു നിയമം ലംഘിച്ചത് പാപമാണെന്നോ അല്ലെങ്കിൽ അത് മാത്രമേ പാപമുള്ളൂ എന്നോ ഞാൻ വിചാരിക്കുന്നില്ല. നമ്മുടെ ധാരണയിൽ ഏറ്റവും വലിയ പാപം ഒരു പുരുഷനും സ്ത്രീയുമായിട്ടുള്ള ബന്ധമാണ്. അത് സമൂഹം നിഷ്കർഷിക്കുന്ന വിധത്തിൽ അത് നിയന്ത്രിച്ച് നടത്തിയില്ലെങ്കിൽ പാപിയാണ്. ഇതിനപ്പുറത്ത് നമുക്ക് പാപത്തെ പറ്റി ഒരു വലിയ ധാരണയൊന്നുമില്ല. അതിന് മറ്റു പല കാരണങ്ങളുണ്ട്. ഞാൻ അതിലേക്ക് പോയാൽ സമയം കൈവിട്ടു പോകുമെന്നതുകൊണ്ട് ഈ തരുണത്തിൽ ഇത് സാധ്യമല്ല. അപ്പോൾ പൊതുവായി ഞാൻ പാപത്തെ മനസ്സിലാക്കുന്നത് ആദാമും ഹവ്വായും എപ്രകാരം അനുസരണക്കേടിൽ കൂടെ ദൈവത്തിൽ നഗരത്തെ പ്രാപിച്ച ശേഷം ദൈവം അവരെ സന്ദർശിക്കാൻ വന്നപ്പോൾ ഒളിച്ചിരുന്നുവോ, ആ അവസ്ഥയാണ് പാപം. ദൈവത്തിൽ നിന്ന് ഒളിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ നാം നമ്മുടെ തന്നെ ഏറ്റവും മഹനീയമായ സാധ്യതകളിൽ നിന്ന് ഒളിച്ചിരിക്കുന്നു എന്നാണ് എൻ്റെ അർത്ഥം. ഞാൻ അങ്ങനെയാണ് ഇത് മനസ്സിലാക്കിയിരിക്കുക. സോ therefore my understanding of being in sin as against doing some sinful deeds, these are fundamental differences. I hope that's clear. Please pay attention to this part of my argument. Being in sin is far more than being accused of certain acts of sin as identified by the society. It's a comprehensive state in which we hide from our own God-ordained, God-given, incredible, miraculous possibilities and potentialities. നാം നമ്മുടെ വ്യക്തിത്വത്തോട് നീതി പാലിക്കാൻ കൂട്ടാക്കാതെ നമ്മളിൽ നിന്ന്, നമ്മുടെ നല്ല സാധ്യതയിൽ നിന്ന് ഒളിച്ച് ഇരിക്കുന്ന ഹൈഡിങ്, ഇൻ എ സ്റ്റേറ്റ് ഓഫ് ഹൈഡിങ്, ആ അവസ്ഥയുടെ പേരാണ് പാപം. അപ്പം അതിൽ നിന്ന് നമ്മെ വിടുവിച്ച് നമ്മുടെ ജീവൻ്റെയും ജീവിതത്തിൻ്റെയും സാധ്യതകളുടെ പൂർണ്ണത, യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ പറയുന്നത് പോലെ അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധമായ ജീവൻ ഉണ്ടാകുവാനും ഒക്കെ ഞാൻ വന്നത്. എന്താണ് ഈ സമൃദ്ധമായ ജീവൻ എന്ന് പറഞ്ഞാൽ? നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും നമ്മുടെ സൃഷ്ടിയിൽ ദൈവം വിഭാവന ചെയ്ത അതുല്യമായ സാധ്യതകളും തമ്മിൽ ഒന്നായിത്തീരുന്ന അവസ്ഥയാണ് ഈ സമൃദ്ധമായ ജീവൻ. ആ അവസ്ഥ നാം പ്രാപിച്ചിട്ടില്ല. പ്രാപിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്, പ്രാപിക്കേണ്ടത് നമ്മുടെ അവകാശമാണ്. പക്ഷേ അത് പ്രാപിപ്പാൻ നമുക്ക് കഴിയുന്നില്ല. അതിന് നമുക്ക് സഹായം ആവശ്യമാണ്. ആ സഹായമായിട്ടാണ് യേശു കടന്നു വന്നത്. അതാണ് പാപത്തിൽ നമ്മെ വിടുവിക്കുന്നു എന്ന് പറയുന്നത്. കാരണം
നൂറ്റാണ്ടുകളായി സഹസ്രാബ്ദങ്ങളായി നാം ഈ ഒളിഞ്ഞിരുന്ന് പാത്തിരുന്ന് അങ്ങ് ശീലിച്ചതുകൊണ്ട് നമ്മുടെ യഥാർത്ഥത്തിലുള്ള അവസ്ഥ ഈ ഒളിഞ്ഞിരിക്കുകയാണെന്നാണ് നാം ധരിച്ചിരിക്കുന്നത്. That's a fundamental illusion, the dangerous, self-destructive, self-corrupting delusion to which all human beings are subject. That's a tyranny of sin. There is hardly anyone in the world who is aware of the need to do justice to oneself. Most people think that the real problem is that others treat you unfairly and unjustly. That's not the issue. The real issue is that you cannot treat yourself fairly. The disservice, the injustice, the harm that we do to ourselves is far, far, infinitely greater than the injustice anyone can do to us. This is a fundamental reality of life. പക്ഷെ അത് നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്തതിൻ്റെ കാര്യം നമ്മൾ യഥാർത്ഥത്തിൽ എപ്രകാരമായിരിക്കണമെന്നതിനെപ്പറ്റി നമുക്ക് യാതൊരു വിവരവുമില്ല. അതറിയുന്ന ദൈവം മാത്രമാണ്. അതുകൊണ്ടാണ് ദൈവത്തിന് മാത്രം നമ്മെ ആ ദിശയിലേക്ക് നടത്തുവാൻ കഴിയുകയുള്ളൂ. അത് ആ വഴി യേശുവാണ് എന്ന് പറയുന്നു. ജീസസ് ഈസ് ദ വേ എന്ന് യേശു, ഐ ആം ദ വേ എന്ന് യേശു അവകാശപ്പെടുമ്പോൾ ഈ അർത്ഥത്തിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ വഴി തെളിയിക്കുന്നതിന് വേണ്ടി അതിനൊരു ആധികാരികത കൊടുക്കുന്നത് ക്രൂശിലെ മരണമാണ്. നമുക്കറിയാം, ഓരോ വ്യക്തിയുടെയും ജീവിതം പൂർത്തീകരിക്കുന്നത് അവൻ്റെ അല്ലെങ്കിൽ അവരുടെ മരണത്തിൽ കൂടെയാണ്. ആ മരണം എപ്രകാരമുള്ളതാണ് എന്ന് ആ മരണത്തിൻ്റെ പ്രത്യേകതയിൽ നാം ആ വ്യക്തിത്വത്തെ മനസ്സിലാക്കുമ്പോഴാണ്. So when we think of the crucifixion of Jesus Christ, we must consider not merely the cruelty, the unthinkable crudity of the murder that was inflicted on him, but even more importantly, we must focus on the incomparable divine dimensions revealed in the manner of Jesus' responding to that unmanning experience. So on the cross, it's not really the crudity of crucifixion, it's the glory of a personality that shines forth. That's the greatest affirmation of life. In the words of a British poet, it is like light breaking out of darkness. In fact, if I were to describe the crucifixion of Jesus Christ, I would say it is light breaking out of the heart of darkness. ഒരു വ്യക്തിത്വത്തിൻ്റെ വിജയമാണ്. ഇറ്റ്സ് എ വിക്ടറി ഓഫ് എ പേഴ്സണാലിറ്റി. ആ ഒരു തലത്തിൽ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്നതാണ് ക്രൂശിൻ്റെ സാക്ഷ്യം. പക്ഷേ നാം ആ ഒരു ദിശയിലേക്ക് പോകുവാൻ താല്പര്യമുള്ളവരായിരിക്കണം, മനസ്സുള്ളവരായിരിക്കണം. അങ്ങനെ ആ ദിശയിലേക്ക് പോകണമെന്നത് നമ്മുടെ നൈസർഗികമായ പ്രവണതയാകുകയില്ല. ദിസ് ഹാസ് ടു ബി വെരി ക്ലിയർലി അണ്ടർസ്റ്റുഡ് ദാറ്റ് ദീസ് ഗ്ലോറിയസ് പോസിബിലിറ്റീസ് do exist. They are real for us, but we are not able to believe in them because by our nature we will not turn to that direction. Instead, we would become parasites on the systems created by others. So while we say that we trust God, that we believe in Jesus, actually our life is not lived according to these principles of faith. Our life is lived entirely in terms of our state of abject dependence on man-made systems and the patterns of the world. That's why Paul, when he writes to the members of the high culture of his days, the Roman culture, in the 12th chapter of that wonderful epistle, he says, do not conform to the pattern of the world. The pattern of the world is nothing but dependence, abject dependence on the patterns, the resources, and the sense of priorities that the world imposes on you. So, the witness from the cross is, look, there's another direction which is incomparably superior to all that your life on earth and your training, your formation has so far made you believe. Therefore, you need to be delivered from the tomb of your earthly conditioning, so that you can turn your face to something radically different but incomparably superior. There's no comparison between the two. ഇതാണ് ക്രൂശിൻ്റെ സാക്ഷ്യം ആയിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട്
ക്രൂശിൽ കൂടെ എനിക്ക് ലഭിക്കുന്ന ആഹ്വാനം എന്താണ്? ഇറ്റ്സ് എൻ ഇൻവിറ്റേഷൻ to take seriously the fact that my personality can have a scope, a dimension, a power and a potentiality far more than anything that may be imagined if I go only by the principles of worldly conditioning. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ക്രൂശിൻ്റെ മർമ്മം ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ മൗഢ്യമാണ്, ഫൂളിഷ്നെസ്സാണ് എന്ന് പറയുന്നു. എന്നാൽ അതാണ് ആത്യന്തികമായ ബുദ്ധി. അപ്പോൾ ഈ തരത്തിലുള്ള ഒരു വിടുതൽ നമ്മുടെ ഉള്ളിലുണ്ടാകണം. അതായത് യേശുവിൻ്റെ ജീവിതത്തിൽ നാം കണ്ട ഈ മാർഗം എന്താണ്? മനുഷ്യ വ്യക്തിത്വം എങ്ങനെയാണെന്നും അതെത്രമാത്രം മഹനീയവും ദീപ്തവും ആകാമെന്നും അതിൻ്റെ വെളിച്ചം കൊണ്ട് ലോകം മുഴുവനും ദീപ്തമായി തീരാമെന്നുമുള്ള ഈ ഒരു പ്രത്യാശ നമ്മുടെ ഉള്ളിൽ ജനിപ്പിക്കുവാൻ ഏറ്റവും നമ്മെ സഹായിക്കേണ്ട മർമ്മം യേശുവിൻ്റെ ക്രൂശിലെ മരണമാണ്. കാരണം മരണത്തിനു പോലും എല്ലാ മനുഷ്യരെയും ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത് മരണമാണ്. ഡെത്ത് ഈസ് ദ വൺ ഫോഴ്സ് ദറ്റ് ടെറിഫൈസ് എവ്രി വൺ. അപ്പോൾ അപ്രകാരമുള്ളൊരു ശക്തിക്ക് പോലും യേശുവിനെ തൻ്റെ ദൗത്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അത് യേശു പൂർണ്ണമായും മനുഷ്യനായിരിക്കെ തന്നെ ആ മാനുഷികമായ അവസ്ഥ വളരെ മനോഹരമായി ക്രൂശീകരണത്തിൻ്റെ സംഭവത്തിൽ ചിത്രീകരിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ വേദപുസ്തകം സുവിശേഷങ്ങൾ വായിക്കുന്നവരായതുകൊണ്ട് പ്രത്യേകിച്ച് തെളിയിക്കേണ്ട ആവശ്യമില്ല. താൻ മനുഷ്യനാണെന്ന അവസ്ഥയുടെ ആ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് ഈ അനുഭവത്തിൽ കൂടെ യേശു കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് പിതാവേ നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് വരെയും ക്രൂശിൽ നിന്ന് യേശു വിളിച്ചു പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. താൻ പരിപൂർണമായി മനുഷ്യത്വത്തിൻ്റെ അവസ്ഥയെ 100% അംഗീകരിച്ച് അതിനോട് താതാത്മ്യം പ്രാപിച്ചാണ് ഞാൻ ഈ അവസ്ഥയിൽ കൂടെ കടന്നു. അതുകൊണ്ടാണ് ഈ 2000 വർഷത്തിന് ശേഷവും ഇത്രമാത്രം സാംസ്കാരികവും ഭൂമിശാസ്ത്രപരമുള്ള വ്യത്യാസമുണ്ടായിട്ടും നമുക്കും ആ അനുഭവത്തോട് താതാത്മ്യം പ്രാപിപ്പാൻ സാധിക്കും. ആ ഒരു താതാത്മ്യം പ്രാപിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാത്രമേ യേശുവിൻ്റെ അനുഭവം എൻ്റെയും അനുഭവമാണ് എന്ന് നമുക്ക് അനുഭവത്തിൽ നമ്മുടെ എല്ലിൻ്റെ മജ്ജയിൽ നമുക്കറിയാൻ സാധിക്കുകയുള്ളൂ. ഇത് തലച്ചോറ് കൊണ്ട് അറിയേണ്ട കാര്യമല്ല. ഇറ്റ്സ് എ നോളജ് ദാറ്റ് ഷുഡ് ആക്ച്വലി ബ്രേക്ക് ഔട്ട് ഫ്രം ദ മാരോ ഓഫ് അവർ ബോൺസ്. അങ്ങനെയുള്ള അനുഭവം. ഇനിയും only in that state of deep affinity, a sense of oneness with Jesus, insofar as he is actually exemplifying the universal human condition and the godly affirmation and the possibilities of that condition as against the worldly sense of cynicism about being human, which is increasing, particularly in the wake of the consumerist materialist culture. It's only in that sense of deep affinity and identification that we can experience the liberating power of the cross of Christ in our individual life. അതൊരു താത്വികമായ ഒരു തിയോറിറ്റിക്കൽ നോളജ് കൊണ്ട് സംഭവിക്കുകയില്ല. അതുകൊണ്ട് ചോദ്യം വളരെ പ്രസക്തം തന്നെയാണ്. ഇനി മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് ഞാനിത് അവസാനിപ്പിക്കും. അതായത് ഇങ്ങനെ മറ്റൊരു വ്യക്തിയുടെ അനുഭവം എൻ്റെയും അനുഭവമായി തീരാമെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയണമെങ്കിൽ ഞാൻ യുക്തിയിലേക്ക് കടക്കുകയാണ്. ഐ എം നൗ ഷിഫ്റ്റിംഗ് ഫ്രം ഫെയ്ത്ത് ടു റീസൺ. റാഷണലി സ്പീക്കിംഗ്, ഇഫ് യുവർ എക്സ്പീരിയൻസ് has to have, or if I have to believe that your experience has a very strong bearing on my condition, then a precondition must exist, a framework must exist. That is a framework of organic unity. ഇപ്പം നിങ്ങളുടെ അനുഭവം എന്നെ കാര്യമായി ബാധിക്കുന്നതാണ്, അത് എനിക്ക് വലിയ ഗുണം ചെയ്യുന്നതാണ്, എനിക്ക് വിടുതൽ നൽകാൻ പര്യാപ്തമാണ്, അതെനിക്കും സംഭവിക്കുന്നതാണ്. ഡയട്രിക് ബോൺഹോഫറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അങ്ങനെ എനിക്ക് ബോധ്യം വരണമെങ്കിൽ അത് ചുമ്മാ തൊക്കത്തില്ല. അതിൻ്റേതായ ഒരു ചട്ടക്കൂടുണ്ടാകണം. അതെന്താണ്? ഓർഗാനിക് യൂണിറ്റി ആസ് അഗെൻസ്റ്റ് മെക്കാനിക്കൽ ടുഗദർനെസ്. ഇന്ന് വിശ്വാസിക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധവും ഏറ്റവും വലിയ നഷ്ടം എന്താണെന്നറിയാമോ? സഭാ ജീവിതത്തിൽ
ഇങ്ങനെ വിശ്വാസത്തിൽ നിന്ന് ഉദിക്കുന്ന ആ ആത്മീകമായ ഒന്നിപ്പിൻ്റെ അവസ്ഥ. നാമും യേശുവുമായി ഒന്നാകുന്നു, അബൈഡ് വിത്ത് മീ ആൻഡ് ഐ ഇൻ യു. അതുപോലെ തന്നെ നാമും വിശ്വാസികളായ ഓരോ വ്യക്തികളും ഒന്നാകുന്നു, യേശുവിൽ കൂടെ ഒന്നാകുന്നു. കൊമ്പിൽ മുന്തിരിവള്ളിയിൽ കൊമ്പുകൾ വസിച്ചിട്ട് അവ ഒന്നാകുന്നത് പോലെ യേശുവാകുന്ന മുന്തിരിവള്ളിയിൽ നാം വിശ്വാസികളാകുന്ന കൊമ്പുകൾ വസിക്കുന്നത് കൊണ്ട് ഈ കൊമ്പുകൾ പരസ്പരവും ഒന്നായിത്തീരുന്നു. ഇങ്ങനെയുള്ള ഓർഗാനിക് അവസ്ഥയിൽ മാത്രമേ, ഈ ജൈവ അവസ്ഥയിൽ മാത്രമേ ഒരു കൊമ്പിൽ അല്ലെങ്കിൽ മുന്തിരിവള്ളിയിൽ സംഭവിച്ചത് കൊമ്പിനും സംഭവിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധ്യമാകുകയുള്ളൂ. ഇപ്പോൾ നമ്മുടെ ഇമാജിനേഷൻ മെക്കാനിക്കലാണ്, യാന്ത്രികമാണെന്ന് വിചാരിച്ചു. ഇപ്പം കാറ്, മുന്തിരിവള്ളി ജൈവികമാണ്, കാറ് യാന്ത്രികമാണ്. കാറിൻ്റെ ഒരു ടയറ് പഞ്ചറായി, അതുകൊണ്ട് മറ്റ് 4 ടയറും പങ്ക്ചറാകണമെന്നില്ല. കാറിൻ്റെ ഓട്ടത്തെ അത് നന്നായി ബാധിക്കും, പക്ഷേ മറ്റ് 3 ടയറിനും പ്രശ്നമൊന്നുമില്ല. പക്ഷേ അത് ജൈവികമാണെങ്കിൽ ഒരു ടയറിന് കാറ്റ് പോയാൽ മറ്റ് 3ൻ്റെയും കാറ്റ് പോകണം. അത് തമ്മിൽ ബന്ധമുണ്ട്, അങ്ങനെയുള്ള ബന്ധം ഉള്ള ഒരു സംസ്കാരത്തിലല്ല നാം ജീവിക്കുന്നത്. It's a cultural issue. We find it really difficult to believe that something that happened to somebody who was far away can really affect us because we don't have any sense of continuity. Modern culture is a culture of discontinuities. അതുകൊണ്ടാണല്ലോ ഈ ഇൻ്റർജനറേഷണൽ ഗ്യാപ്പ്, പേരൻറ്റ് ചൈൽഡ് ജനറേഷൻ ഗ്യാപ്പ് എന്നൊക്കെ നമ്മൾ പറയത്തില്ല. അത് ഡിസ്കണ്ടിന്യൂറ്റിയാണ്. ഒരു 100 വർഷത്തിന് മുമ്പ് അത് അത്ര വലിയ പ്രശ്നമായിരുന്നില്ല, ഇപ്പോൾ അത് വലിയ പ്രശ്നമാണ്. ഇനി 100 വർഷം കഴിയുമ്പോൾ ഈ പ്രശ്നം കൂടുതൽ വഷളാകും, ഇപ്പോൾ വഷളായിക്കൊണ്ടേയിരിക്കുന്നു. അത് ഒരു സംസ്കാരത്തിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ നാം വസിക്കുന്ന യുഗത്തിലും അതിൽ ഉള്ള സംസ്കാരത്തിലും പ്രവർത്തിക്കുന്ന മർമ്മം ഈ വിശ്വാസത്തിൻ്റെ മർമ്മത്തിൻ്റെ ഘടകവിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ നാം വ്യക്തമായി ധരിക്കേണ്ട ഒരു കാര്യം, ഈ മെറ്റീരിയലിസ്റ്റ്, കൺസ്യൂമറിസ്റ്റ്, ആറ്റമൈസിങ് കൾച്ചർ, സംസ്കാരം, അതിൻ്റെ ആത്മാവിന് അടിമയായിരിക്കുന്നതാണോ നല്ലത്, അതോ ഇതിൽ നിന്ന് വ്യത്യസ്തമായി ലോകത്തിലുള്ള എല്ലാ ജനവും ദൈവമെന്ന സങ്കല്പം ഒരു ശരീരമാണെങ്കിൽ അതിൻ്റെ അഭേദ്യ അംഗങ്ങളാണ് എന്നുള്ള ജൈവികമായ ഓർഗാനിക് വിഷനാണോ നല്ലത്? നാം തീരുമാനമെടുക്കണം. ഈ ആധുനിക യുഗത്തിൻ്റെ യാന്ത്രികമായ കാഴ്ചപ്പാടിൽ കൂടെ ചിന്തിച്ചാൽ ഒരിക്കലും യേശുവിൻ്റെ ക്രൂശ് നമ്മളുമായി ഉണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധ്യമാണെന്ന് പറയുന്നത് നമ്മെ തന്നെ വഞ്ചിക്കുകയാണ്. It is impossible to believe that there is an organic continuity between the experience of Jesus on the cross of Calvary and our own individual predicament today, because we are living in a mechanical worldview, mechanical culture, mechanical way of understanding the way life happens, and therefore the sense of continuity between the experience of Jesus and our individual predicament is virtually non-existent. Therefore, by faith, we have to shift ourselves to a very different order of life in which there is an organic link between us and Jesus and between each one of us. We can believe in that relationship only if we maintain unity among ourselves. That's why in the 17th chapter of John's Gospel, Jesus prays particularly for unity in the Christian community, because he says, unless the believers are united, unless they become one body, their proclamation or their bearing witness to the gospel of Jesus Christ will not carry conviction with the world. It's a very serious issue. അതിനെപ്പറ്റി സഭകൾക്ക് യാതൊരു ചിന്തയുമില്ല എന്നുള്ളത് വാസ്തവത്തിൽ ദുഃഖകരമായ ഒരവസ്ഥയാണ് എന്ന് മാത്രം ഹ്രസ്വമായി പരാമർശിച്ച് ഞാൻ ആ ഭാഗം പെടുകയാണ്. അതുകൊണ്ട് what we have to realize today is, and I address this particularly to the person who raised this question, unless and until by faith we transport ourselves to a different way of relating to one another, different way of relating to Jesus as a fellow human being, not merely as a son of God, as a fellow human, fully human, we will not be able to identify ourselves with this experience and derive the benefit of the logic, if you like, the logic of his experience on the cross.
And precisely this is what is meant by the idea of the church. So the church has gone, though unfortunately the church has gone far away from this. Why do we say the church is the body of Jesus Christ? Don't you realize that body is an organic metaphor? If we are truly the body of Christ, your experience should be mine, your sorrow must be mine, your aches and pains must be my aches and pains too. Tell me honestly, are we in that state? We are far, far away from this. We have absolutely no sincerity in any of the faith affirmations that we make. വിശ്വാസ പ്രമാണം അല്ലെങ്കിൽ വിശ്വാസമാർപ്പം എന്നൊക്കെ പറഞ്ഞ് നാം പള്ളിയിൽ പോയി തത്ത പോലെ ചൊല്ലുന്നതും നമ്മുടെ ജീവിതാനുഭവമായി യാതൊരു ബന്ധവുമില്ല. ആത്മാർത്ഥതയില്ലാത്ത നാം നടത്തുന്ന ചില ജൽപ്പനങ്ങളാണ് വിശ്വാസ പ്രമാണങ്ങളെന്ന് പറഞ്ഞ് നാം ആറാഴ്ച തോറും ദൈവത്തിൻ്റെ മുൻപിൽ നാം കള്ളം പറയുന്ന അവസ്ഥയിൽ ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ ഈ ചോദ്യം വളരെ പ്രസക്തമാണ്, വളരെ വളരെ പ്രസക്തമാണ്. എങ്ങനെ ഇതെനിക്ക് അനുഭവിക്കാൻ കഴിയും? ഞാൻ ഈ ചോദ്യത്തിന് സമഗ്രമായ ഒരു ഉത്തരം പറഞ്ഞുവെന്ന് അവകാശപ്പെടുന്നില്ല. പക്ഷേ എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ഒരു അവസ്ഥയെ കൂടുതൽ പുനഃപരിശോധിക്കുന്നതിനും അതിൽ കൂടെ പ്രാപിക്കുന്ന വ്യക്തതയിൽ കൂടെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കുറച്ചുകൂടി മുൻപോട്ട് പോയി അന്വേഷിച്ച് അത് മനസ്സിലാക്കി അതിൻ്റെ ബലവും ഗുണവും ആത്മീയ പ്രേരണയും പ്രാപിച്ച് നിങ്ങളുടെ ആത്മീയ വ്യക്തിത്വ രൂപീകരണത്തിന് ഇത് ഉതകുന്നതായി തീരുമെന്ന പ്രത്യാശ എനിക്കുണ്ട്. ഞാനിതുവരെ പരിഗണിച്ചതിൽ പ്രാർത്ഥനയെ പറ്റി പറഞ്ഞില്ല. കാരണം ഇപ്പോൾ തന്നെ സമയം വളരെയധികം കൈവിട്ടുപോയി. അതുകൊണ്ട് മറ്റൊരു തരുണത്തിലാകട്ടെ എന്ന് കരുതിക്കൊണ്ട് ഞാൻ തൽക്കാലം നമ്മുടെ ഈ ചിന്ത ഇവിടെ ഉപസംഹരിക്കുകയാണ്.